വെൽക്കം ടു ട്രൈഡു. നമുക്ക് വരുന്ന ആഴ്ചയിൽ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനെടുത്തിരിക്കുന്നത് മന്ത്ലി ചാർട്ടാണ്. മന്ത്ലി ചാർട്ട് എടുത്തിരിക്കുന്നത് ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. നോക്കിയാൽ കാണാം, ഈ മന്തിന്റെ ക്യാൻഡിൽ നോക്കിയാൽ കാണാം വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തിട്ട് അതേപോലെ തന്നെ, അതായത് അതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് തന്നെയാണ് കയറി പോകുന്നത്. ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇനിയും മുകളിലോട്ട് പോകുന്നു തന്നെയാണ്. അതിന് പോവുകയാണെങ്കിൽ ഏറെക്കുറെ 3400 അല്ലെങ്കിൽ 3425 വരെയൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട്. എനിവേ, നമുക്ക് അതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ മന്ത്ലി ചാർട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ബുള്ളിഷ് കണ്ടിന്യൂ ചെയ്യുന്ന തന്നെയാണ് ഉള്ളത്. ഇനി നമുക്ക് വീക്കിലി ചാർട്ടിൽ പോയിട്ട് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടാം. വീക്കിലിയിൽ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു ഏരിയ ആയിരുന്നു ഈ ഏരിയ. ഈ റെഫ്യൂജിയിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ റിവേഴ്സൽ കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൃത്യമായി അവിടേക്ക് വന്നതിന് ശേഷം നോക്കിയാൽ കാണാം, നല്ലൊരു പുൾ ബാക്ക് എടുത്തിട്ട് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് കയറിപ്പോയി. ഇപ്പോ നേരത്തെ മന്ത്ലിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ വലിയ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിവേ, നമ്മൾ ഈ ഒരു എഫ്ഇജിനെ ഒരു സപ്പോർട്ടായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. ഇനി ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഓരോ തവണയും പറയുന്ന പോലെ തന്നെ, മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കൃത്യമായുള്ള റെസിസ്റ്റൻസ് ഏരിയാസ് കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൃത്യമായ റെസിസ്റ്റൻസ് ഏരിയ അടയാളപ്പെടുത്താൻ കഴിയില്ല. എന്നിരുന്നാലും ഒരു ചെറിയ സപ്പോർട്ട് ഏരിയ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് ഈ ഒരു സെല്ലിംഗ് ക്യാൻഡലിലെ ഹൈ ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അത് അങ്ങനെ ആക്ട് ചെയ്യാനും സാധ്യത കാണുന്നുണ്ട്. അതിന് കഴിഞ്ഞ വീക്കിന്റെ ഹൈ ആയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തിടുന്നത്. ഒരു സപ്പോർട്ട് ഏരിയയും കൂടിയാണ്. എനിവേ, ഇത്രയാണ് വീക്കിലി ചാർട്ടിൽ അടയാളപ്പെടുത്തുന്നത്. ഇനി നമുക്ക് ഡെയിലി ചാർട്ടിലോട്ട് പോവാം. ഡെയിലി ചാർട്ടിലോട്ട് പോകുന്ന സമയത്ത് നോക്കിയാൽ മനസ്സിലാവും, ഈ ഒരു ലെവല് എന്ന് പറയുന്നതിന്റെ പ്രൈസ് 3167.22 ആണ്. അത് ചെറിയ വ്യത്യാസങ്ങൾ വരാം അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ തന്നെ ആ ഒരു ഏരിയയിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു എഫ്ഇജിയും കൂടിയുണ്ട്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ എഫ്ഇജിയുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 3086.15ഉം അതുപോലെ തന്നെ 3167ഉം ആണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് നോക്കിയാൽ കാണാം, ഇവിടെ നല്ലൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. ഓൾറെഡി അത് എഫ്ഇജിയിൽ വരച്ചത് കൊണ്ട് നമ്മൾ ആ സപ്പോർട്ട് ഏരിയനെ വീണ്ടും വരയ്ക്കുന്നില്ല. ഇത്രയാണ് ഡേ ചാർട്ടിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി നമുക്ക് ഫോർവേഡിൽ പോയിട്ട് മറ്റെന്തെങ്കിലും കാര്യമായിട്ടുള്ള സപ്പോർട്ടോ റെസിസ്റ്റൻസോ ഉണ്ടോ എന്ന് നോക്കാം. ഫോർവേഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ കിട്ടുന്നുണ്ട്. ആ ഒരു ഏരിയയിലേക്ക് ഇനി മാർക്കറ്റ് ഇറങ്ങി വരുമോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പില്ല. എന്നിരുന്നാലും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ലെവലിനെ നമ്മൾ മുൻപൊക്കെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലെവലായിരുന്നു ഈ ലെവല്. ഇതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 2832 അതുപോലെ 2865 ആണ് പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. ഒരു ലെവൽ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് 4 ഹവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത് കാര്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഇവിടേക്ക് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും മാർക്ക് ചെയ്യാത്തത്. ഇനി നമുക്ക് 1 ഹവറിൽ പോയിട്ട് എൻട്രി സാധ്യതകളൊന്ന് പരിശോധിക്കാം. 1 ഹവറിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്, ഒരു ട്രെൻഡ് ലൈൻ, നല്ല രീതിയിലൊരു ട്രെൻഡ് ലൈൻ ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ആ ഒരു ട്രെൻഡ് ലൈൻ എന്നെ ബേസ് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ തവണയും കൃത്യമായ പുൾ ബാക്ക് ഓർഡർ എടുത്തിട്ടാണ് മാർക്കറ്റ് പോയിരിക്കുന്നത്. ഇനി 1 ഹവറിന്റെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ, ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരുപക്ഷെ ഈ ഒരു ലെവലിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ, അവിടെ നോക്കിയാൽ കാണാം, ഒരു സപ്പോർട്ട് ഏരിയ ആണ് ഇത്. പ്ലസ് ഒരു ഹയർ ടൈമിന്റെ എഫ്ഐജി ആണ്. അതും കൂടാതെ അതിന്റെ ഉള്ളിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നടന്ന ഒരു സ്ഥലം കൂടിയുണ്ട്. ആ ഒരു ലെവൽ കഴിഞ്ഞ ദിവസം അനാലിസിസിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടേക്ക് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട്, പക്ഷെ അതിന്റെ തൊട്ടടുത്ത് വന്നിട്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന് വീണ്ടും മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 3181 അതുപോലെ 3175 ആണ്. 3175ന്റെയും 3185ന്റെ ഇടയിലാണ് അത് വരുന്നത്. അപ്പൊ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഇനി ഇവിടെ നിന്ന് മാർക്കറ്റ് ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. കാരണം ഇവിടെ മൾട്ടിപ്പിൾ ടച്ച് വന്ന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ക്രിയേറ്റ് ചെയ്ത് പോയതാണ്. അപ്പൊ അതിനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരുപക്ഷെ മാർക്കറ്റ് ഇങ്ങോട്ട് താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടായിരിക്കാം ഒരുപക്ഷെ സപ്പോർട്ട് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഫിബനാച്ചി വെച്ച് നോക്കാം. അവിടെ കൃത്യമായൊരു സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നോക്കിയാൽ മനസ്സിലാവും നമുക്ക്. ഇവിടെ 0.5, അതായത് 50%ന്റെ റീട്രേസ്മെന്റ് വരാൻ സാധ്യത ഉള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ഈ ഒരു ലെവലിനെയും നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ചും കൂടി നമുക്ക് അടയാളപ്പെടുത്താം.
അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 3103 അതുപോലെ 3135 ആണ്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. ഇനി അവിടെ നിന്ന് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങി വന്നാൽ അടുത്തൊരു ലെവലും കൂടി ഉണ്ട്. അതിനെയും നമുക്കൊന്ന് അടയാളപ്പെടുത്താനുണ്ട്. ഇവിടെയും നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ലെവൽ മാർക്കറ്റ് നിന്നിട്ട് മുകളിലോട്ട് പോയതാണ്. അപ്പൊ ഇതിനെയും ഒരു സപ്പോർട്ടായിട്ട് നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 3017 അതുപോലെ 3053 എന്നാണ്. ഇനി മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയയിൽ നിന്ന് തന്നെ ഫുൾ ബാക്കുകളൊന്നും ഇല്ലാതെ ഒരു ട്രെൻഡ് ലൈൻ ചെറുതായിട്ടൊന്ന് ബ്രേക്ക്ഔട്ട് തന്നിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട് ചെയ്യാതെയോ മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. അതും നേരത്തെ പറഞ്ഞ ആ ഒരു ടാർഗറ്റിലേക്ക് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. 3400 3425 എന്നുള്ളത്. അപ്പൊ ഇത്രയാണ് 1 അവറിൽ നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. 1 അവറിന്റെ എൻട്രി സാധ്യതകൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവിടേക്ക് എത്താം. ഇവിടെ നിന്ന് ഒരു കൺഫർമേഷൻ എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് പോവാം. അല്ലെങ്കിൽ കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു കൺഫർമേഷൻ എടുത്തിട്ട് മുകളിലോട്ട് പോവാം. അല്ലെങ്കിൽ ഇവിടം വരെ എത്താം. ഇവിടം വരെ എത്തിയതിന് ശേഷം വീണ്ടും പോവാം. ഈ 3 ഏരിയയിലും അല്ലെങ്കിൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ഒരു കൺഫർമേഷൻ കിട്ടിയില്ലെങ്കിൽ മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് വരാൻ തന്നെയാണ് സാധ്യത. കൺഫർമേഷൻ എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരുപക്ഷെ വീണ്ടും മുകളിലോട്ട് തന്നെ പോകും. താഴോട്ടേക്ക് വരാൻ സാധ്യത എന്ന് പറയുന്നത് അതൊരു പുൾ ബാക്കിന് വേണ്ടി വരുന്നതാണ്. അല്ലാതെ ട്രെൻഡ് റിവേഴ്സൽ അല്ല. വല്ല ന്യൂസ് ബേസ്ഡ് ആയതോ അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു സെല്ലിംഗ് ഓഫോ നടന്നു കഴിഞ്ഞാൽ ഒരു പുൾ ബാക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങോട്ട് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. ഇനി ഈ മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഏറെക്കുറെ 3400 മുതൽ 3425 വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടാർഗറ്റ് ഉണ്ട്. ഒരു കൃത്യമായ പുൾ ബാക്ക് കിട്ടുകയാണെങ്കിലും അടുത്ത ആഴ്ച മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കയറി പോകാനുള്ള സാധ്യത. തൽക്കാലം മാർക്കറ്റിന് ഇപ്പോൾ ഒരു ഭീഷണി ഇല്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് ചെറിയ സെൽ ഓഫുകൾ വരാനുള്ള സാധ്യത ഉണ്ട്. പുൾ ബാക്ക് എടുക്കാൻ അത് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എവിടുന്നായാലും വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. കൃത്യമായി ഏരിയാസും നമുക്കുണ്ട്. അപ്പൊ ആ ഏരിയാസിൽ എങ്ങനെയാണ് മാർക്കറ്റ് വന്ന് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രമേ ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. ഇനി വലിയൊരു സെൽ ഓഫ് എന്നൊക്കെ പറഞ്ഞാൽ ഏറെക്കുറെ ഈ ഒരു ലെവലിന്റെ താഴോട്ടേക്ക് വരണം. അതിലേക്ക് താഴോട്ടേക്ക് വരുമോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം ഇവിടെ നോക്കിയാൽ കാണാൻ കൃത്യമായി സപ്പോർട്ട് എടുത്തിട്ടാണ് മൾട്ടിപ്പിൾ ടച്ച് ഫുൾ സപ്പോർട്ടൊക്കെ എടുത്തിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത്. ഈ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഈ സപ്പോർട്ട് ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും അവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ട് ഒരു ചെറിയ ഫുൾ ബാക്കെങ്കിലും തരാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഇവിടേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കും അടുത്തൊരു വീഴ്ച വരാനുള്ള സാധ്യത. പക്ഷെ അവിടേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു നല്ലൊരു ഡൗൺ ട്രെൻഡിലേക്ക് കുറച്ചധികം മൂവ് ചെയ്യാൻ സാധ്യതയും കൂടിയും കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടേക്ക് എത്താനുള്ള സാധ്യത ഇല്ല. നേരത്തെ പറഞ്ഞ പോലെ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഭീഷണി ഇല്ലാതെയാണ് ഗോൾഡ് ഇപ്പൊ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ വരുന്ന ചെറിയ ചെറിയ പുൾ ബാക്കുകളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ലോങ് ടാർഗറ്റിലേക്ക് വെക്കുക. ഇത്രയാണ് ഈ ആഴ്ചയിലെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന ആളുകളോട് എന്നും പറയുന്ന പോലെ തന്നെ ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കുക. അവിടെ എങ്ങനെ മാർക്കറ്റ് വന്ന് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ഫ്രീങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.